നടന്നകന്ന് വന്ന സന്ദർഭത്തിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രിയപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന തന്റെ കൂട്ടുകാരനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്ക്, യഈഷു വഹദ വയമൂതു വഹദ വയുഹ്ശറു വഹദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, യഈഷു വഹദ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഏകനായി ജീവിക്കും, വയമൂതു വഹദ, ഏകനായി മരിക്കും, വയുഹ്ശറു വഹദ, ഏകനായി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വഫാത്താകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹിജ്റ 331 മദീനയിൽ നിന്നും റബദ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. ആ സമയത്ത് മരണസമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മകനും മാത്രമായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മരണാസന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ കരയുകയാണ്. തബ്കി, തന്റെ ഭാര്യ കരയുകയാണ്. ആ സമയത്താണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, ഫീമൽ ബുകാഉ വൽ മൗതു ഹഖ്, എന്തിനാണ് പ്രിയപ്പെട്ടവളെ നീ കരയുന്നത്? മരണം സത്യമല്ലേ? എന്തിന് കരയണം? ഈ ലോകത്തിൽ നിന്നൊരു ഫിറാഖില്ലേ? എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഫതുജീബുഹു, തന്റെ ഭാര്യ തന്റെ ഭർത്താവിന് മറുപടി കൊടുക്കുകയാണ്, ബിഅന്നഹാ തബ്കീ ലിഅന്നക തമൂതു വലൈസ ഇൻദീ സൗബ ഈ അബൂദർ ആരാണെന്ന് മനസ്സിലാക്കണം. മദീനയിലെ വലിയ സമ്പന്നനായിരുന്നു, ഗിഫാർ ഗോത്രത്തിന്റെ തലവനായിരുന്നു ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഒരുപാട് കാരക്കത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, മദീനയിൽ ഒരുപാട് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. വലിയ സമ്പത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എല്ലാം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച് അവസാനം ഒന്നുമില്ലാതെ അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന രംഗമെന്ന് ആലോചിച്ചു നോക്കുക നിങ്ങൾ. അവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഏതാനും കുട്ടികളും ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു എന്ന് ചില ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ആ സമയത്ത് അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞ സംഭവം കാണാൻ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മദീനയിൽ ചെല്ലുമ്പോൾ, അതുപോലെ നാടിന്റെ ചില മദീനയുടെ പരിസരങ്ങളിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു പക്ഷേ മദീനക്കാര് പറയും, ഈ തോട്ടം അബൂദറിന്റേതായിരുന്നു, ഈ ഭൂമി അബൂദറിന്റേതായിരുന്നു, ഈ കൃഷിയിടങ്ങൾ അബൂദറിന്റേതായിരുന്നു എന്ന് നിങ്ങൾ മദീനയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള മദീനക്കാർ പറഞ്ഞെന്ന് വന്നേക്കാം. ആ സമയത്ത്